Hey everyone, let me tell you what no one talks about when buying jewelry online. ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. യെസ് ഗായ്സ്, ഇറ്റ്സ് ഫോർ യു. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുവാണേൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഓപ്പൺ ആക്കിയപ്പോഴുള്ള എൻ്റെ ഞെട്ടലുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ തരൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോഡക്റ്റ് നോക്കി ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ പൈസ കൊടുക്കുന്നത്. സാധനം വന്നപ്പോൾ ഫുൾ ഇനാമൽസ് ഒക്കെ പോയി ഒട്ടും ഫിനിഷിംഗ് ഇല്ലാത്ത ഒരു ജാതി ഫേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ്. നോ സൗൾ, നോ സ്റ്റോറി, നോ സാറ്റിസ്ഫാക്ഷൻ. ഉടനെ തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ദേ ആർ ആർഗ്യൂയിങ് ലൈക്ക് ഐ ഡിഡ് സംതിങ് റോങ്. ഞാനുണ്ടോ വിടുന്നു. പിന്നെ ഒരു നീണ്ട വാക്പോരിനൊടുവിൽ സാധനം റിട്ടേൺ അയക്കാൻ തീരുമാനിച്ചു. പക്ഷേ കൊറിയർ ചാർജ്, GST ഇതൊക്കെ നഷ്ടം തന്നെ. പിന്നെ ക്യാഷ് തിരിച്ചു തരികയുമില്ല. ആ കാശിന് വേറെ എന്തെങ്കിലും നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ നിർബന്ധിതരാകും. ഇത് ഒരു തവണയാണെങ്കിൽ കുഴപ്പമില്ല. റിപ്പീറ്റഡായി വന്നപ്പോൾ ഞാനൊരു കാര്യം ഫൈനലൈസ് ചെയ്തു. എൻ്റെ ഈ ബ്രാൻഡ് അത് എൻ്റെ ആത്മാവാണ്. ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. ഓരോ ഐറ്റംസും ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യും. ഒരു പക്ഷേ അതൊരു വലിയ പ്രോസസ്സായി മാറുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു മനസമാധാനമുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളിലും ചെറിയ ഒരു സുഖമുണ്ട്. ഹരിദ്രയുടെ കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകരുത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇത്ര സിമ്പിളായി ചെറിയ സമയത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഐ നോ ദാറ്റ് ഈസ് നോട്ട് ഈസി ആസ് ഐ തോട്ട്. The real hunt started to find the right one. I know it's time consuming, but sometimes to find something real, you have to step away from convenience and walk towards authenticity. Like how I touched real tradition, the kind of jewelry that speaks.